ഹലോ, ഇപ്പം സമയം പുലർച്ചെ ഒരു 4-4:30 ആയി കാണും കേട്ടോ. 4th സെമ്മിൻ്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് എത്ര സ്റ്റഡി ലീവ് കിട്ടിയാലും എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചു പോകുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെ കേട്ടോ. ഇതിപ്പോൾ മോഡൽ എക്സാം ആയതുകൊണ്ട് തലേ ദിവസം പഠിക്കാതെ മടി പിടിച്ചിരുന്നു. എന്തായാലും വായിച്ചു നോക്കാതെ എക്സാം എഴുതാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ. അതിൻ്റെ പേരിലാണ് പുലർച്ചെ എഴുന്നേറ്റുള്ള ഈ പ്രകടനങ്ങളൊക്കെ. നല്ല ഉറക്കം വരുന്നുണ്ട്. 2 മാസത്തെ വെക്കേഷന് ശേഷം ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മറച്ചു നോക്കണത്. ഇതൊക്കെ ഏതാന്നൊരു എത്തുമിടിയും കിട്ടുന്നില്ല കേട്ടോ. ആ ഇരിപ്പാണ് ഞാൻ ഇരിക്കണത്. അങ്ങനെ കുറച്ചു നേരം എന്തൊക്കെയൊക്കെയോ വായിച്ചിട്ട് ഞാൻ അങ്ങനെ ബുക്ക് മടക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്ക് സമയം ഒരു 5:30-5:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡി ആവാൻ പോയി. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടു, ബുക്കൊക്കെ ബാഗിൽ വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെയൊക്കെ ജയിക്കാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. 11:30 വരെയുള്ള എക്സാമിന് 10:45 തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. ഇത് പിന്നെ മോഡൽ എക്സാം ആണല്ലോ, വലിയ സീനില്ല. ഇത് നമ്മുടെ ഒരു ക്ലാസ് ആണ് കേട്ടോ. ഇപ്പോൾ പണി നടക്കുകയാണ്, ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഇതുപോലുള്ള സൗകര്യങ്ങളും വികസനങ്ങളൊക്കെ കോളേജിൽ ഉണ്ടാവാറുള്ളൂ. അതിപ്പോൾ കോളേജ് ആയാലും സ്കൂളായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ ദോശ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഗത്തിരുന്ന് കഴിച്ചു കേട്ടോ. 2023 ഞാനിവിടെ അഡ്മിഷൻ എടുക്കണത്. ആ സമയത്ത് വരുമ്പോൾ കോളേജിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ നാക്ക് വിസിറ്റിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ. ഇനി ഇതൊക്കെ പഴുക്കുമ്പോഴേക്കും നമ്മളുടെ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇതായിരിക്കും എൻ്റെ ലൈഫിലെ അവസാനത്തെ കോളേജ് ലൈഫ്. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മുന്നിലുണ്ട്. എന്തായാലും ഇവിടെ വരെയൊക്കെ എത്തിയില്ലേ. അപ്പോൾ താങ്ക് യു.